Watch full episodes on Jio Hotstar. പുതിയ ക്ലൗഡ്സ് ലാബിൽ വന്നിരിക്കുന്നു. Ready for the vacuum. ഇതുവരെ സംഭവിച്ചതൊക്കെ നമ്മളൊന്ന് ഓർത്തു നോക്കാം സുഹൃത്തുക്കളെ. ആദ്യം ഒരു ക്ലൗഡ് മാൻ വന്ന് നമ്മുടെ ഭൂമിയിലെ വെള്ളമൊക്കെ മോഷ്ടിച്ചു. പക്ഷെ ഈ ആൾക്കാരൊക്കെ ആരാ? ക്ലൗഡ് മാൻ ഇത് വെള്ളം മോഷ്ടിക്കാൻ നോക്കുകയാണല്ലോ. ഇന്ത്യ നിയമമാണ് സത്യം. അനുഭവത്തിൽ ഇങ്ങനൊരു വാട്ടർ സ്ലൈഡ് ഞാൻ കണ്ടിട്ടേ ഇല്ല. മമ്മി ഇപ്പൊ തന്നെ എന്റെ തല കറങ്ങാൻ തുടങ്ങി. എനിക്കും കറങ്ങുന്നു പത്തലു. എന്റെ അമ്മോ, ഇവന്മാര് നമ്മളെ ക്യാപ്സുലാക്കി മാറ്റി ബോട്ടിലകത്ത് അടക്കി വെക്കുമല്ലോ. എന്തേലും വേഗം ചെയ്യണം. ക്വിക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു? അതുകൊണ്ട് നീ തന്നെ വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. എല്ലാവരും അവരവരുടെ ബബിൾസിൽ നിന്നുകൊണ്ട് നന്നായി ചാടാൻ തുടങ്ങൂ. എന്നിട്ട് ഈ ബെൽറ്റിൽ നിന്ന് താഴേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യൂ. വേഗം. എന്റെ അമ്മോ, ഞാൻ കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ ഇത്ര വേഗത്തിൽ പോവാറേ ഇല്ല. എന്റെ അമ്മോ. വരൂ, നമുക്ക് ഈ ഫോർമുല ബെറൂസയെ കൊണ്ട് കാണിക്കാം. അല്ല, ഇവരൊക്കെ ആരാ? ഇവിടെ എന്തെടുക്കുവാ ഇവന്മാരൊക്കെ? പൊളിച്ചെടുത്തല്ലോ. എല്ലാരും കൂടി എങ്ങോട്ടായി പോകുന്നതാ? വലിയേട്ടാ, അവർക്കിപ്പോ ടീ ബ്രേക്ക് ആണെന്നാണ് തോന്നുന്നത്. ചേട്ടാ, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഡോക്ടർ ജഡ്ക എല്ലാവരെയും നോർമൽ ആക്ക്. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. നിങ്ങളൊക്കെ ആരാണെന്നല്ലേ ചോദിച്ചേ? എവിടുന്നാണ് വന്നത്? ഗാർഡ്സിനെ വിളിക്ക്. സൈറൺ മുഴുക്ക്. എന്റെ അമ്മോ, നമ്മൾ ശരിക്കും കുടുങ്ങിയതാ തോന്നുന്നത്. ഓ ഹലോ, ഞാനാണ് ബറൂഷ. നിങ്ങളെല്ലാം ആരാണ്? ഞാനാണ് മോട്ടു. പിന്നെ ഇത് പത്തലു. ഇവരൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരും. ഡോക്ടർ ജഡ്ക, ഗസീട്ടാറാം, പിന്നെ ചിങ്കം സാറും. അല്ല, ഇത് ഏതാണ് സ്ഥലം? ഇതിനെ പ്ലാനറ്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയും. ഇവിടെ ആര് വന്ന് പെട്ടാലും അവർക്ക് തിരിച്ചു പോക്കേയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഡയബോലസിന്റെ ചാരന്മാരായിരിക്കും. ഡയബോലസിനെ ഭൂമിയിൽ നിന്ന് വെള്ളം മോഷ്ടിക്കാൻ സഹായിക്കുന്നവരല്ലേ നിങ്ങൾ? അല്ല അല്ല, ഞങ്ങൾ ചാരന്മാരൊന്നും അല്ല. ഞങ്ങൾ അവന്മാരോട് പോരാടാൻ ഭൂമിയിൽ നിന്ന് വന്നതാ. ഭൂമിയിൽ നിന്ന് വന്നതാണ്. ഭൂമിയിലുള്ള വെള്ളമൊക്കെ ഒരുത്ത് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ പിന്തുടർന്ന് വന്നപ്പോ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതാ. ഭൂമിയിലെ വെള്ളം ഡയബോലസ് മോഷ്ടിക്കുന്നു. അതിന്റെ സഹായത്തോടെ ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. വരൂ, ഞാൻ നിങ്ങളെ എന്റെ ബോസ് ഫെറൂഷ്യസിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അദ്ദേഹത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ സാധിക്കൂ. ഇൻട്രസ്റ്റിംഗ്. നിങ്ങളെല്ലാം ഡയാബോളിസിനോട് യുദ്ധം ചെയ്യാൻ വന്ന ആൾക്കാരാണോ? കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഈ പ്ലാനറ്റ് ഞങ്ങളുടേതായിരുന്നു. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പല നൂറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചിരുന്നതാണ്. ആ ഡയാബോളിസ് വന്ന് ഞങ്ങളെ ആക്രമിച്ചതാണ്. അവനേതോ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അവന്റെ മേഘങ്ങൾ ഞങ്ങളുടെ ഏരിയ താണ്ടി പോകുമ്പോൾ അവന്റെ മേഘങ്ങളിൽ നിന്നുള്ള ജലം ഞങ്ങൾ മോഷ്ടിച്ച് അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്ഥലത്ത് എപ്പോഴും വെള്ളമില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? ഞങ്ങൾക്ക് വെള്ളത്തിന്റെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ കാണുന്ന ഉണങ്ങിയ മരമാണെങ്കിലും പച്ച മരമാണെങ്കിലും അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ടായിരിക്കും.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നോ? എന്താ ചേട്ടാ ഇത്? എന്തോ പോലെ ഉണ്ടല്ലോ. ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് ഭൂമിയിലുള്ള ആൾക്കാർക്ക് രുചിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് മിസ്റ്റർ ഡയബലസ് ഭൂമിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ മരങ്ങളിലെ വെള്ളം മാത്രം മതി. നിങ്ങളെല്ലാം പോയി വിശ്രമിച്ചോളൂ. നമുക്ക് രാത്രിയിൽ അവിടേക്ക് പോകാം. Guards, attention! Guards, stand at ease. കൂട്ടുകാരെ, വളരെ പെട്ടെന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള കുറെ മനുഷ്യർ ഇവിടെ കൊണ്ടുവന്ന് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും വളരെ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു സമ്മാനമുണ്ട്. നല്ല മണം. നല്ല മണം, നല്ല മണം. സമൂസേ, 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 സമൂസേ. എന്തിനാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്? അഴിക്കൂ. അതും നല്ല കാര്യം. മനസമാധാനത്തോടെ ഇരുന്ന് കഴിക്കൂ. ഓക്കേ, വലിയേട്ടാ. എന്റെ ഡയബ്രൂസ് ചേട്ടാ, സമൂസ എവിടെ? സമൂസ എവിടെയാന്ന് ചോദിച്ചത്. ഇത് വെറും സമോസയുടെ ഇമേജസ് മാത്രമാണ്. എന്നെ പുറത്തിറക്കാൻ ചെയ്ത ഒരു അഭ്യാസം. എനിക്ക് മനസ്സിലായായിരുന്നു നിങ്ങൾ എന്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന്. എന്നിട്ട് എന്നെ സന്ദർശിക്കാനായിട്ട് ഇവിടെ വരെ വന്നു ചേരുമെന്ന്. ഇയാളുടെ കൂട്ടുകാരെല്ലാം ഒന്ന് മുന്നോട്ട് വന്നേ. ഇനി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡയബോലസ്. ഡയബോലസിന്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും എന്റെ കഥ തീർക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? പക്ഷെ ഞാൻ ഒരു സൗഹൃദത്തിന്റെ ഓഫറാണ് അങ്ങോട്ട് വെക്കുന്നത്. എന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കൂ. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ? നീ ആവശ്യമില്ലാതെ സമൂസയെ കാണിച്ചെന്നെ കൊതിപ്പിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ ഒരിക്കലും സഹായിക്കില്ല. എന്റെ അമ്മോ, ഈ നേരത്തും ഇവന് സമോസനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. You are now under arrest. The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Yeah, കണ്ടോ? ദിം തരകിട ദാ. തലാങ്കു തകദ ബിതോം. Come on, ചാർ. Yeah. തങ്കദബി. എന്റെ അമ്മോ. കൊള്ളാലോ. അയാൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നല്ല പറഞ്ഞത്, പക്ഷെ സ്വന്തമായിട്ട് അക്കടി പറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല ഞാൻ എത്ര വലിയൊരു മഹാകാര്യമാണ് ചെയ്യുന്നതെന്ന്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് എ ന്യൂ വേൾഡ്. എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. എനിക്ക് നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ സഹായം ആവശ്യമുണ്ട്. ഇൻസ്പെക്ടർ ചിങ്കം, പോരെ. എന്റെ അമ്മോ, കുടുങ്ങിപ്പോയല്ലോ. ഞാൻ നിങ്ങളുടെ ഏറ്റവും ധനികരായ, സ്മാർട്ടായ, ഇന്റലിജന്റ് ആയ ആൾക്കാരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ ഒരു പുതിയ ലോകം ഞാൻ സൃഷ്ടിക്കും. ഇവിടുത്തെ എല്ലാ സിസ്റ്റവും എന്റെ ചൊൽപ്പടിയിലായിരിക്കും. അതിനുവേണ്ടി തന്നെ എനിക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഭൂമിയിലുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലേ ഭൂമിയിലുള്ള ജനങ്ങൾക്കൊക്കെ പിന്നെ എന്ത് പറ്റും? വെള്ളം ഇല്ലാതെ അവരൊക്കെ മരിക്കേണ്ടി വരും കേട്ടോ. ഐ ആം ദ ക്രിയേറ്റർ. ഞാൻ തന്നെ സൃഷ്ടിക്കും, ഞാൻ തന്നെ നശിപ്പിക്കും. എന്തെങ്കിലും കിട്ടാനായിട്ട്
എന്തെങ്കിലും നഷ്ടപ്പെട്ടേ പറ്റൂ. ഒരഞ്ഞിട്ട് എക്സ്ട്രാ ഓർഡിനറി അല്ലാത്തവരെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് അവരെ ആവശ്യമില്ല. അവര് വെള്ളമില്ലാതെ ചിലപ്പോ മരിച്ചു പോയേക്കാം. ഐ ഡോണ്ട് കെയർ. നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ലോകമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മനുഷ്യന്മാർ റോബോട്ടിനെ പോലെയാണ് ജീവിക്കേണ്ടി വരിക. നീ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ആർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ വളരെ സമാധാനത്തോടുള്ള ഭൂമിയെ നശിപ്പിച്ച് നീ ഉണ്ടാക്കുന്ന ഈ പുതിയ ലോകം ആരെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സമ്മതിക്കില്ല. അതിനെന്താ, ഭൂമിയിലും അവര് നന്നായിട്ട് ജോലി ചെയ്യാറില്ലേ? ഞാൻ അവരെ എന്റെ ഈ പെർഫെക്റ്റ് ലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പെർഫെക്റ്റ് ലൈഫ് സമ്മാനിക്കും. നിങ്ങൾ എന്റെ ഈ മഹാജോലിയിൽ എന്നെ സഹായിക്കുമോ? ഞാൻ ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നതിന് കാരണം നിങ്ങൾ ഏവരും എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ടാണ്. ഒരിക്കലും പറ്റില്ല. നിന്റെ അടിമയായി ജീവിക്കാൻ ഞങ്ങൾക്കാർക്കും ഒരു താല്പര്യവുമില്ല. അടിമ നിങ്ങൾ ആയിരിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ നിങ്ങൾ പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ചെയ്തതാണ്. 3D ഇമേജസ് കാണിച്ചു തന്നിരിക്കുക. ആ, ഫ്രിഡ്ജിന് ഫ്രിഡ്ജ് ഇതുവരെ ഒന്നും പോയി. സംഭവിച്ചിട്ടില്ല. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ല. വാ, നമുക്ക് പോവാം. ഭാഗ്യം, അവർ രക്ഷപ്പെട്ടു. ഫ്ലോറിഡ. ഹലോ മിസ്റ്റർ സഹായ്, വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളായില്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ട് ഒരു ടീ കുടിച്ചിട്ട്? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും വിചിത്രമായിട്ടുള്ളൊരു പാലസ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വലിയേട്ടാ, ഈ ഫ്ലോറിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ദേ, ഇത് കണ്ടില്ലേ? എന്തിനാ ഇത്രയും വലിയ ഗ്യാപ്പ് വിട്ടിരിക്കുന്നത്? നിങ്ങൾ ആ ബ്രിഡ്ജ് കണ്ടെത്തിയ ആദ്യത്തെ കൂട്ടരാണ്. അത് നിങ്ങൾ താണ്ടുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത കാഴ്ചയും ഒരുപാട് എന്റർടൈനിങ് ആയിരുന്നു. ഒരു കാര്യം സമ്മതിക്കണം, നിങ്ങൾ ഒരിക്കലും തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല. പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമുണ്ടാവില്ല. നിന്നോടൊരു കാര്യം എനിക്ക് പറഞ്ഞേ മതിയാകൂ. നീ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ്. നീ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചോളൂ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. പക്ഷേ നീ ഭൂമിയിൽ നിന്ന് ജലം ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ? അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് വെള്ളത്തിനെ പറ്റി യാതൊരു ആശങ്കയുമില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോ, എത്രമാത്രം വെള്ളം അവിടുത്തെ ജനങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ടെന്ന്. വെള്ളം നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റി അവർക്ക് യാതൊരു വേവലാതിയുമില്ല. നല്ല രീതിയിൽ നിന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോഴുണ്ടല്ലോ, കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് നിന്നെ ഞങ്ങൾ കേൾപ്പിക്കും കേട്ടോ. അല്ല, എന്താ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ അമ്മോ, എന്താ ഇവിടെ സംഭവിച്ചത്? അല്ല, ഇത് വളരെ ആശ്ചര്യമായിട്ടുണ്ടല്ലോ. ദേ, കണ്ടില്ലേ? എവിടെയാണ് അവൻ? എടുവാ ഡയബ്ലോസ് എങ്ങോട്ടേക്കാണ് പോയത്? അതെങ്ങനെയാണ് അവൻ പെട്ടെന്ന് വെള്ളമായി മാറിയത്? ഹാരിക്കൻ മാൻ, ഇതാ ഞാൻ എത്തിപ്പോയി. യെസ്, ഞാൻ എത്തിപ്പോയി ഹാരിക്കൻ. വെറുതെ വിടില്ല. നിന്റെ കഥ തീർത്തിരിക്കുന്നു ഹാരിക്കൻ മാൻ. പറ്റുമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് കാണിക്കേ ഹാരിക്കൻ മാൻ. നിന്റെ കളി ഇതോടെ അവസാനിച്ചിരിക്കുന്നു.
അങ്ങനെ ഹരിക്കേന്റെ കഥ ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി വരൂ, ബാക്കിയുള്ളത് ഡയാബ്ലസിന് കൊടുക്കാം. വരൂ, ഡയബോളസ് രക്ഷപ്പെട്ടു പോകാൻ പോവുകയാണ്. ഫ്ലോറിറ്റ, ഇവരെ കുറച്ചു നേരം കൂടെ തടയി. ഭൂമിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള എന്റെ ഫോർമുല റെഡിയാണ്. ഇപ്പൊ നിന്റെ ഇതോടെ ആട്ടം നിന്റെ കഥ നിലയ്ക്കാൻ തീർന്നിരിക്കുന്നു. മാഡം, നിങ്ങളൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കുവോ? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീകളുടെയും ദേഹത്ത് കൈവയ്ക്കാറില്ല. അങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കൂ പ്ലീസ്. സ്ത്രീകളുടെ മേൽ കൈവയ്ക്കില്ലെന്നോ? നമ്മളായിട്ട് തല്ലുന്നത് കണ്ടില്ലേ? വിളിച്ചെടുത്തല്ലോ. ഇന്ന് ഞാൻ തല്ല് വാങ്ങി തരിപ്പണമായല്ലോ മമ്മി. അടിപൊളി ഫ്ലോറിറ്റ, ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് പോവാൻ പെട്ടെന്ന്. വേഗം, ലെറ്റ്സ് ഗോ. ഫോർമുല അവന്റെ കയ്യിലുണ്ട്. അവൻ ഇവിടെ ഓടിപ്പോയി ആ പ്ലെയിനിൽ കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവനെ പിടിക്കാന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് അവന്റെ പുറകെ പോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. വേഗം വരൂ. അവൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവന്റെ സംസാരം നിർത്തേണ്ട സമയമായി. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ഇന്ന് ഞാൻ പറക്കാൻ അനുവദിക്കില്ല. വേഗം വാ, ഷിപ്പിൽ കയറ്. ബോസ് നിൽക്കൂ. നമ്മളുടെ അടുത്ത് ഒട്ടും സമയമില്ല. എനിക്ക് ഈ ലോകത്തെ രക്ഷിക്കണം, എന്റെ കൂട്ടുകാരെ രക്ഷിക്കണം. നിന്നെ ജയിക്കുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല ഡയബ്ലോസ്. ഇല്ല. നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. 8 7 6 5 4 3 2 1. ഓട്ടു, അവനെ വിട്ടോളൂ. എനിക്ക് വിടാൻ പറ്റില്ല. ഇവൻ മുഴുവനായിട്ട് ഐസ് ആവുന്നത് വരെ. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, അവനെ വിട്ടേക്ക്. അയാളെ വിടൂ. എന്നെ വിടൂ. ഞാൻ ഇവന്റെ കഥ തീർക്കാതെ ഇവനെ വെറുതെ വിടില്ല. വിടില്ലെന്ന് പറഞ്ഞില്ലേ? മോട്ടു, സൂക്ഷിച്ച്.
മോട്ടുവിനെ പിടിക്കേ. come on, മോട്ടു, മോട്ടു. പിടിക്കേ, പിടിക്കേ. അങ്ങോട്ട്. പൊളിച്ചെടുത്തല്ലോ. മോട്ടോ വേഗം എണീക്ക്. ഞാൻ പറയുന്നത് കേട്ടു. കണ്ണ് തുറക്ക് മോട്ടോ. എനിക്കോ മോട്ടോ. മോട്ടു എന്റെ കൂട്ടുകാരെ എഴുന്നേൽക്ക്. മോട്ടു നിനക്ക് എന്നെ വിട്ട് പോകാൻ കഴിയില്ല. മോട്ടു എഴുന്നേൽക്ക്. മോട്ടു. ചിറകില്ലാതെ നീ പറന്നു പോയോ മോട്ടു. ഒരു പ്രശ്നം വന്നാൽ ഉടൻ തന്നെ വന്ന് തീർക്കുമല്ലോ. കൈകൾ കോർത്ത് നടന്നു പോവാം. പിന്നെ കാറില് വേണേലും കുതിരല് വേണേലും പോവാം. മോട്ടുവും പത്ലുവും നല്ല ജോഡിയാണ്. മോട്ടുവും പത്ലുവും നല്ല ജോഡിയാണ്. മോട്ടുവിന് ബോധം തിരിച്ചു വരുന്നുണ്ട്. മോട്ടുവിന് ബോധം തിരിച്ചു വരുന്നുണ്ട്. മോട്ടു എന്റെ ചങ്ങയുണ്ട് ബ്രോ. നീ എങ്ങോട്ടാ പോകുന്നത്? നിനക്കെല്ലാം ശരിയായോ? മോട്ടു ശരിയായി. സമൂസേ 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 ഡയബലോസ് കാണിച്ചു തരാം നിനക്ക്. എന്റെ അമ്മേ. അടിക്ക, നന്നായി അടിക്ക മോട്ടു. അടിക്ക, അടിക്ക മോട്ടു, അടിച്ചോ. നിന്നെ ഞാനിന്ന് വെറുതെ വിടില്ല. സോറി സോറി, ഐ ആം വെരി സോറി. മോട്ടു നീ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തെ. നീ എത്ര വേണമെങ്കിലും അടിച്ചോ. ഞങ്ങളെ തൂക്കി എടുത്തിട്ട് അടിച്ചോളൂ. അതിനൊക്കെ നിനക്കിന്ന് സമ്മതം തന്നിരിക്കുകയാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് അടി വാങ്ങിയിട്ടും ഞാൻ സന്തോഷമായി ഇരിക്കുന്നത്. ഡോക്ടർ സഹായ് എവിടെ? അദ്ദേഹത്തിന്റെ വാഹനത്തിലിരിക്കുന്ന കമ്പ്യൂട്ടറില് ഡയബോളിസിന്റെ പെൻഡ്രൈവ് വെച്ച് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയബോളിസിന്റെ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നതെല്ലാം ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതിൽ വെള്ളം കൊണ്ടുവരുന്ന ഫോർമുലയെല്ലാം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയുള്ള വെള്ളമെല്ലാം ഭൂമിയിൽ എവിടുന്നെല്ലാമാണോ കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകും. വലിയ അതിശയമായിരിക്കുന്നു. ഭൂമിയിൽ എവിടെ നിന്നെല്ലാം വെള്ളം അപ്രത്യക്ഷമായോ അവിടെയെല്ലാം കറുത്ത മേഘം. ഭൂമിയിലെ എല്ലാവരും ഇപ്പോൾ സന്തോഷത്തിലാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ നിങ്ങളുടെ ഭൂമിയെ മാത്രമല്ല രക്ഷിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ പ്ലാനറ്റിനെയും രക്ഷിച്ചിരിക്കുന്നു. താങ്ക് യു. ഇത് അടിപൊളിയായിട്ടുണ്ടെന്നേ.
Watch India's largest kids library only on Jio Hotstar. Download the app now.